ഈ രായപ്പൻ്റെ രേണുസുധിക്കെതിരെയുള്ള വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇയാൾ ഭയങ്കര വൾഗറായ വാക്കുകളൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കുക. തെറി എന്നല്ല, എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയാൾ രേണുസുധിനെ കുറിച്ച് ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ളത് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഇയാൾ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കണത്. ഇയാൾ പൊതുവെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുക, നെഗറ്റീവ് ഓളി. ഇയാൾ നല്ലതൊന്നും കാണൂല. ഇയാളുടെ ഒരു തീട്ടക്കണ്ണുകളോടെയാണ് ഇയാൾ കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ എനിക്കിങ്ങനെ പറയുന്നതിൽ ഭയങ്കര പ്രശ്നമുണ്ട്. അയാളുടെ റേഞ്ചിക്ക് താണു വന്നിട്ടാട്ടോ ഞാൻ സംസാരിക്കുന്നതിൽ. അയാൾക്ക് ആ ഒരു മാന്യതയൊക്കെ കൊടുത്താൽ മതി. ഊള, പാരയൂള, മാങ്ങാണ്ടി തലയൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, സോറി ബോഡി ഷെയിം ചെയ്തു അല്ലേ, സോറി, പരയൂള എന്ന ആളതിൽ പറയുന്നത്, അതായത് രേണുസുധീനെ ഇങ്ങനെ അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുത്രേ. ഇയാൾ അതിൽ ഉപയോഗിച്ചൊരു വാക്കാണ് കേട്ടോ, അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുത്രേ. അപ്പോൾ ഇയാളിതെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേസ്. ഇത് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. അതേപോലെ എന്താ ചെകിളയ്ക്ക് ഒന്ന് കൊടുക്കണ പോലുള്ള മറുപടിയാണത് എന്ന്. അതായത് കിച്ചു ഒരു വീഡിയോ ഇട്ടത് ഇയാൾ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് രേണുസുധിയുടെ ചെകിളയ്ക്ക് അടിക്കണ പോലുള്ള റിപ്ലൈ ആണ് അത്ര. അത് അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുത്രേ. ഇയാൾ എന്ത് ചപ്പനാണിത്, എനിക്കതാ മനസ്സിലാവാത്ത കേസ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ ഒരു വീഡിയോൻ്റെ ഒരു ഭാഗമുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ കിച്ചു പറയുന്നുണ്ട്, ഫിറോസില്ലേ, ഇവർ വീട് വെച്ച് കൊടുത്ത ഫിറോസില്ലേ, ഫിറോസായിട്ട് കണക്ഷൻ ഉണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. ഞാൻ ഒരിക്കലും മൂപ്പരെ തള്ളി പറയില്ല. നല്ലൊരു വീട് വെച്ച് തരാൻ, അവർ നല്ലൊരു വീടാണത്, വീട് വെച്ച് തരാൻ ഒരു മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണെന്ന് പറയുന്നത്. അത് കിച്ചു നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുക. കിച്ചുവിൻ്റെ ഒരു സന്തോഷം കൊണ്ടും അവൻ്റെ ഒരു ആ നല്ല മനസ്സുകൊണ്ടാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അവനത് അങ്ങനെ പറയുന്നതേ. അതിലെന്തപ്പോൾ അത്ഭുതമുള്ളത്? ഇതെന്തിനാണ് രേണുസുധിക്കെതിരെയായിട്ട് ഇയാൾ ഉപയോഗിക്കുന്നത് രായപ്പൻ എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കേസ്. ഞാനത് രായപ്പൻ എന്ന് പറയാൻ കാരണം ഇയാൾ രേണുസുധീനെ രണാസുന എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാങ്ങാണ്ടീനെ ഈ പറ എന്നെ നമ്മളിപ്പോൾ എന്താ പറയുക കേസ്, അതുകൊണ്ടാണ് ഇവനെ രായപ്പൻ എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ പെണ്ണുങ്ങളെ തെറി പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഭയങ്കര സന്തോഷം തോന്നണം, രേണുസുധീനെ തെറി പറയുക എന്നൊക്കെ. ഞങ്ങൾക്ക് ആ സാധനം ഇപ്പോൾ കേൾപ്പിച്ചു തരാം കേട്ടോ. അവൻ്റെ അല്ല കേൾപ്പിച്ചു തരില്ല, ഞാൻ വേറെ ഫോൺ എടുക്കണം. അപ്പോൾ സംഭവം ഇതാണ്, ഇവൻ മുമ്പ് ബിഗ് ബോസിൽ മറ്റേ ജാസ്മിന് എതിരെ ഇങ്ങനെ ഒരു ആയിട്ട് അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. നല്ല പണി കിട്ടും, കേസാവും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. രേണുസുധിക്കെതിരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പ്രതികരിക്കൊന്നുമില്ലല്ലോ, അത് വിചാരിച്ചിട്ടായിരിക്കും. ഇവൻ്റെ രായപ്പൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്, വീണ്ടും വീണ്ടും പറയാൻ വയ്യ. ആ വീടിന് കംപ്ലൈൻറ്റ് വന്നപ്പോൾ എന്തായിരുന്നു വെച്ചാൽ ആ ഒരു കാര്യം അവർ പറഞ്ഞു, അപ്പോൾ അന്ന് മെയിൻ്റെനൻസ് ചെയ്തു തരുന്നു. അവരുടെ കയ്യിൽ കാശില്ലായിരുന്നു മെയിൻ്റെനൻസ് ചെയ്യാനും ഇതൊക്കെ. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു രേണുസുധി അന്ന്. ഇന്ന് അങ്ങനെയല്ല. രേണുസുധിക്ക് സ്വന്തമായി വീട് വയ്ക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ ഒരുപാട് സ്പോൺസേഴ്സ് ഇപ്പോൾ വരും. അന്നും വന്നിരുന്നേനെ, പക്ഷേ അതിൻ്റെ ഇടയിൽ ഇവർ സ്പോൺസർ ചെയ്യാൻ വന്ന് ഇവർ വീട് വെച്ച് കൊടുത്തു. അത് നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കാമെന്നൊരു സാധനം ഉണ്ടല്ലോ, അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം, അതൊക്കെ കഴിഞ്ഞു പോയതാണ്. വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒക്കെ രേണുസുധിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിംസ് ആയിക്കോട്ടെ, ഇനോഗ്രേഷൻസ് ആയിക്കോട്ടെ, ഗൾഫ് പ്രോഗ്രാമുകളായിക്കോട്ടെ അല്ലേ, അങ്ങനെയുള്ള കുറേ പരിപാടികൾക്ക് വിളിക്കുന്നുണ്ട്. രേണുസുധി നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് പണ്ടത്തെ പോലെ വിവാദങ്ങൾ ആ സാധനങ്ങളൊന്നും ഇപ്പം ഇല്ല. അവരവരുടേതായ ജീവിതമായിട്ട് ഇങ്ങനെ പോകണം. വലിയ ബഹളങ്ങളില്ല, വലിയ വിവാദങ്ങൾ ഉണ്ടാക്കണില്ല. അവരുണ്ടാക്കണമെന്നല്ല, അവർ എക്സ്പ്രസ് ചെയ്തപ്പോൾ അത് വിവാദമായി മാറിയതാണ് കേസ്. അത് വേറൊരു കാര്യം. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ വിവാദങ്ങളിൽ നിന്നാണ് അവർക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അന്ന് ഇവരെല്ലാവരും കൂടി അവരെ പച്ചക്ക് തിന്നണ പോലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ അവരെന്താ വെച്ചാൽ ഇപ്പോൾ ഗൾഫിലെ പരിപാടിക്ക് പോകുമ്പോൾ ഇതൊക്കെ, അതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഏതോ വെച്ചാൽ ഇപ്പോൾ എന്തോ വിസ്കി അല്ലേ, ഏതാണ് സാധനം പറഞ്ഞു, മാജിക് മൊമെൻ്റ് എന്തോ പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഈ ചെങ്ങായി രായപ്പൻ എന്താ പറയുന്നത് അറിയോ, നാളെ വെള്ളം അടിച്ചിട്ട് ഓടയിൽ കിടക്കണ കാണേണ്ടി വരുത്രേ. ആ അവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കണത്. സിദ്ധാർത്ഥ് പ്രഭു വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ട് കാറും ഓടിച്ചിട്ട് അങ്ങനെ റോട്ടിലൊക്കെ കിടന്നായിരുന്നില്ലേ, അത് ആ അവസ്ഥയിലേക്ക് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും രേണുസുധീരെന്ന്. ഇവനെന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ ഫ്രീഡം, ഞാൻ ചോദിച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് പറയില്ല കേട്ടോ. ഒരാൾ ഫ്രീഡത്തോടു കൂടി, സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ഒരുപാട് ദുരിതങ്ങൾ ഇപ്പോഴും ഉണ്ടായിരിക്കും അവർക്ക്, അവരുടേതായ പ്രശ്നങ്ങളൊക്കെ. ഒരു ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഇവർ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടീനെ കൊണ്ട് പോകാൻ പറ്റണമെന്നില്ല അല്ലേ, അപ്പോൾ ആ കുട്ടീനെ കാണാനൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഒരു അമ്മ എന്നുള്ള രീതിയിലുള്ള വികാരങ്ങളും ഫീലിങ്സും ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും. അല്ലാണ്ട് പെട്ടെന്ന് കാശിന് വന്നപ്പോൾ അവർ മൊത്തത്തിൽ മാറിയെന്നാണോ ഇയാൾ പറഞ്ഞു വരുന്നത്? ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇയാൾക്ക് അവരെക്കുറിച്ച് എത്ര അറിയാം? ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന അറിവ് മാത്രമല്ലേ ഉള്ളൂ, അത് മാത്രം വെച്ചിട്ടല്ല ഇയാൾ വിലയിരുത്തുന്നത്. ഈ നാറിയാണോ കോടതി? അതാണ് മനസ്സിലാവുന്നത്. എന്ത് നെഗറ്റീവ് ഓളിയാണ്. എൻ്റെ കുടുംബത്തിലുള്ള ഒരാളെക്കുറിച്ചാണ് ഇവ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതില്ല. ബെൻ ഒരു വട്ടം വീഡിയോ ചെയ്യുള്ളൂ, പിന്നെ ചെയ്യൂല. അപ്പോൾ രേണുസുധീനെ കുറിച്ച് പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്നുള്ള ലെവലിലായിരിക്കും ഓനിങ്ങനെ ചെയ്യണത് അല്ലേ.
പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അത് അവരുടെ ഉള്ള സപ്പോർട്ട് കൂടുകയുള്ളൂ. അതുകൂടി ഈ നാറി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അല്ല ഇവൻ ഇങ്ങനെയാണ്, ഇപ്പം ഒരു തീട്ടം നിന്ന് ജീവിക്കണ പോലുള്ള രീതിയിൽ എത്തണ രായപ്പൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ ഇതാ പറയുന്നത്, അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുത്ര. എന്താ ഉദ്ദേശിക്കണത്? അവൻ എന്താ ഉദ്ദേശിക്കണത്? ഇത് മനസ്സിലായ ആളുകളൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അവൻ്റെ വീഡിയോയിൽ പറഞ്ഞ ഒരു കമൻറ്റാണ്, അവൻ പറയുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണ് അവൻ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ. അതായത് കിച്ചു ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല കാര്യം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ രേണുസുതിക്കെതിരായിട്ട് ഈ ചങ്ങായി ട്വിസ്റ്റ് ചെയ്ത് പറയും. അതെന്തിനാണ് രേണുസുതിക്കെതിരെ ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നത്? ആ വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് ഇയാൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയെ, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വരുന്ന ഒരു സ്ത്രീ എത്രത്തോളം കൊല്ലാകൊല ചെയ്യാൻ പറ്റും, അതൊക്കെ ഈ രായപ്പനടക്കമുള്ള ആളുകൾ, മറ്റവൻ്റെ പേരെന്താ, നാറി, അതുൽ, ഇവന്മാർ ചെയ്തിട്ടുണ്ട്. വേറെയും കുറച്ചെണ്ണൊക്കെ ഉണ്ടായിരുന്നു പരയുളകൾ. ഇവന്മാർ ഇപ്പോഴും ഇത് പച്ചിറച്ചി കാത്ത് നിൽക്കണ ഒരാളെ പോലെയാണ് വിറ്റുകൾ ചെയ്യണത്. മറ്റേ ഒരു ഫോട്ടോ ഇല്ലേ, കഴുകൻ, ഒരു കുട്ടിയുടെ വിശന്ന് തളർന്ന് മരിക്കാറായിട്ട് വെക്കണ സമയത്ത് അതിന് ഫോട്ടോ എടുത്തിട്ട് കഴുകൻ ആ കുട്ടിയെ ഭക്ഷിക്കാൻ ഉള്ള രീതിയിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്തിട്ട് ആ കുട്ടിയെ രക്ഷിക്കാണ്ട് വന്നിട്ട് ഉള്ള ഒരു ചെങ്ങായിയുടെ കഥ നിങ്ങൾ കേട്ടില്ലേ? ഒരു കഥ അല്ല, ഒറിജിനൽ ഉണ്ടായ സംഭവമാണത്. ഒരു ഫോട്ടോ, ആ ഫോട്ടോന് ഒരുപാട് അവാർഡുകളും സാധനങ്ങളും കിട്ടി, എന്നുവെച്ചാൽ ആളുകളുടെ ഇതൊക്കെ കിട്ടി. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു മനസാക്ഷി പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഒരാളുടെ ജീവിതം തകർക്കേണ്ട രീതിയിൽ എന്തിനാണ് ഈ മലവൻ വീഡിയോസ് ചെയ്യണമെന്നാണ് ഗൈസ് എനിക്ക് മനസ്സിലാവാത്തത്. അത് കേൾക്കാനും കാണാനും രേണുസുധീനെ കുറ്റം പറയാനും ഇഷ്ടംപോലെ ടീംസ്. എന്തിവർ ഉദ്ദേശിക്കുന്നത്? ഒരാളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ രായപ്പൻ്റെയൊക്കെ അവസ്ഥ. ഇവരൊക്കെ എന്താ കാണിക്കുന്നുണ്ട്? അത് അവൻ്റെ പദപ്രയോഗം നോക്ക്, ചെള്ളക്കൊന്ന് കൊടുക്കുന്ന രീതിയിലുള്ള മറുപടി അത്രേ, അടിച്ച് കയറ്റി കൊടുക്കാൻ തോന്നുന്നത്രേ. എന്താണ് ഇതിനൊക്കെ? എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അവർ കേസ് കൊടുക്കില്ല എന്നുള്ള ഒരു സാധനമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആരും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസും ചെയ്യില്ല, സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല, പ്രതികരിക്കില്ല എന്നുള്ളത് തോന്നുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഈ നെഗറ്റിവിറ്റി ആളുകൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ രേണുസുതി ഇപ്പോൾ അത്യാവശ്യം ലൈഫ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാറൊക്കെ എടുത്തല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അവർ കൂടുതൽ വന്യമായി ആക്രമിക്കുക എന്നുള്ള രീതിയിലായിരിക്കും അല്ലേ. ന്യൂ ഇയറിലെ ആദ്യത്തെ എൻ്റെ വീഡിയോ പറഞ്ഞിട്ട് രേണുസുധീനെ കുറ്റം പറയുന്നു, ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് രേണുസുധീനെ. രേണുസുധി എന്നുള്ളൊരു വാക്ക് ഇയാൾ ഉപയോഗിക്കുന്നില്ല. ഇയാൾ രേണാസുന എന്ന് തന്നെ പറയണം. അപ്പോൾ ഇയാൾ നമുക്ക് രായപ്പൻ എന്ന് പറയാം. അല്ലാണ്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം? ഇങ്ങനെ കുറച്ച് നെഗറ്റീവുകളുണ്ട് ഗൈസ്. ഒരാൾ അതായത് ജീവിതത്തോട് പോരാടി തകർന്ന് അരിപ്പണയിക്കണ സമയത്ത് ജീവിതത്തോട് പോരാടി ആത്മഹത്യ ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരുമ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന നാറികൾ, കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി നോക്കുന്ന നാറികൾ. രേണുസുധി ആത്മഹത്യ ചെയ്ത വിറ്റുകൾക്ക് നന്നായിരിക്കുമോ? വിറ്റുകൾക്ക് അതാണോ ആവശ്യം? ഇവറ്റകൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ രേണുസുധിക്ക്? ഞാനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, അത് വേറെ എൻ്റെ ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ വീഡിയോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണ് ഗൈസ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസിൽ അവർ വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നല്ല, അതേപോലെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുക്കുക, മറുപടി പറയുക, എന്തെങ്കിലും, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അത് ചെയ്തിട്ടുമുണ്ട്. ഇവന്മാർ എന്ത് ജന്തുക്കളാണ്, അതാണ് മനസ്സിലാവാത്തത്. അല്ലെങ്കിലും കിച്ചുവിനെന്തിനാണ് ഫിറോസായിട്ട് പ്രശ്നം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയില്ല. പിന്നെ കിച്ചു അല്ല അവിടെ അധികം താമസിച്ചിട്ടില്ല. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവുക. ആ വീടിൻ്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയല്ല. ആ കൺസേൺ രേണുസുധി ഉന്നയിച്ചു. അത് അവരോട് നമുക്കറിയാം, നീലക്കുയിലോ മഞ്ഞക്കുയിലോ പച്ചക്കുയിലോ ഇങ്ങനെയുള്ള ചാനലുകളില്ലേ, ഓൺലൈൻ ചാനലുകൾ, അവരെന്തോ ചോദിച്ചപ്പോൾ അവരതിന് മറുപടി അങ്ങനെ കൊടുത്തു. അതാണ് വിഷയം. അല്ലാണ്ട് ഇവർ പ്രസ് മീറ്റ് വെച്ചിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു ചാനലിൽ അങ്ങോട്ട് കയറിയിട്ട് ഇൻ്റർവ്യൂവിൽ ഒരു 10-25 മിനിറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ കയറി സംസാരിച്ചല്ലല്ലോ ഇത്. പിന്നെ അതങ്ങനെ ആളുകൾ എടുത്ത് റിയാക്ഷൻ വീഡിയോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് അത് അങ്ങനെ മാറിപ്പോയതാണ് കേസ്. അപ്പം എനിക്ക് തോന്നുന്നത് രേണുസുധിയുടെ വഴിക്ക് വിടുക. നമ്മളെന്തിനാണ് ഈ നെഗറ്റിവിറ്റിയും വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്? ഇനിയിപ്പോൾ നോക്കിക്കോ, ഖൈസ് വരും, അടുത്ത് ഖൈസ് വരും. ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഒരു ടീമാണ് തോന്നുന്നത് കേസ്. ഇവരൊക്കെ മൊത്തത്തിലൊരു ടീമാണ് യൂട്യൂബേഴ്സ്. രേണുസുധിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇവരൊരു ടീം ഫോം ചെയ്തിട്ട് തോന്നുന്നു കേസ്. വിറ്റുകൾക്കൊക്കെ ഒരേ കണ്ടൻ്റ് ആയിരിക്കും. ഇതാണ് സംഭവം. ഇത് കേൾക്കാനും കാണാനും കുറേ ജന്തുക്കളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ട്. വിറ്റുകൾക്ക് ഭയങ്കര സന്തോഷമാണ് രേണുസുധീനെ അങ്ങനെ കുറ്റം പറയുമ്പോൾ. നമ്മളൊരു കാര്യം ആലോചിച്ച് ഒരു സ്ത്രീ എന്ന ലെവലിൽ അവർ എവിടുന്ന് വന്നതാണെന്നൊന്ന് മനസ്സിലാക്കുക. അതായത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എത്രത്തോളം ദുരിതം അനുഭവിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഈ അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യില്ല കേസ്. ഈ വിറ്റുകൾ ഇങ്ങനെ തന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക. കാരണം ഇവർക്ക് ഇതൊക്കെ ഒരു റീച്ച് മാത്രമാണ്. അതൊന്നും മനസ്സിലാക്കുക.
എമ്പതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. നമ്മൾ എല്ലാവരും കൂടി ആരും സഹായത്തിനില്ലാത്ത ഒരാളെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് ജീവിതം അവർ ആകെ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവർ പൊതുവെ ആളുകളോട് അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. അങ്ങനെയുള്ള ദുഷിച്ച ജന്തുക്കളായിരിക്കും. ദുഷിച്ച ജന്തുക്കളായിരിക്കും. നമ്മളിങ്ങനെ പ്രാവുമ്പോൾ ഞാൻ ആലോചിക്കണത്, ഞാനൊന്നിങ്ങനെ ഒരാളിങ്ങനെ പ്രാവുന്നില്ല, പക്ഷേ ഇയാൾ കഷ്ടം. നിങ്ങളൊരു കാര്യം വെച്ചൊക്കെ ഞാൻ പലപ്പോഴായിട്ടുണ്ട് ഒരാളെക്കുറിച്ച് മനഃപൂർവ്വം നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളൊരു മരിക്കാറായിട്ട് കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട ചാവുന്നൊക്കെ. അല്ല ഇവന്മാരുടെ കാര്യമില്ല പറഞ്ഞു. ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പലപ്പോഴും. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറഞ്ഞ സാധനത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരാണ് ഞാൻ. അപ്പോൾ ഈ വിറ്റുകളൊക്കെ ഇത് ഇത്രയും നെഗറ്റിവിറ്റി ഇങ്ങനെ ഇട്ട് എങ്ങനെയാണ് ഇതെന്ന് കിട്ടുന്ന കാശൊക്കെ ഈ ജന്തുക്കൾക്ക് ഇറങ്ങണത് എന്നാണ് മനസ്സിലാവാത്ത കേസ്. പക്കാ നെഗറ്റീവ്. ആ ചങ്ങയുടെ വീഡിയോ ഒക്കെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിറക്കായിരുന്നു. കാരണം എനിക്കിതൊന്നും ഈ അതുലിൻ്റെ വീഡിയോസും രായപ്പൻ്റെ വീഡിയോസും ഒന്നും കാണാനുള്ള കെൽപ്പ് എനിക്കില്ല കേസ്. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം പക്കാ നെഗറ്റീവാണ്. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. വേറെ ഒരുത്തുണ്ടല്ലോ വളരെ വയലൻ്റായിട്ട് രേണുസുതിക്കെതിരെ വീഡിയോ ചെയ്യണേ, മരയുള. ഞാൻ അവനൊക്കെ എന്നോ അൺസബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എനിക്കത് സഹിക്കാൻ പറ്റൂല അത്. കാരണം ഒട്ടും പ്രോഗ്രസീവ് അല്ല ഇവന്മാർ. ഇവന്മാർക്ക് പുരോഗമനമൊന്നുമില്ല. ഇവന്മാർക്ക് ഈ മലയാളികളുടെ ഒരു എന്താ പറയുക, നമുക്കെന്തോ ഒരുപാട് വിവരമുണ്ട്, നമ്മളെല്ലാം തികഞ്ഞവരാണെന്നോ, ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ല, സ്വയം നന്നാവില്ല, ഈ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതാണ് കൂടുതലും ആളുകൾ മലയാളികളായിട്ടുള്ളതെന്നാണ് കേസ് എനിക്ക് വന്നത്. അതായത് തിന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ജന്തുക്കൾ, ഗോസിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന ജന്തുക്കൾ, ഇവരാണ് ഇവരുടെ മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബിറ്റുകൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ. എന്താണ് കാരണം ഇവന്മാരുടെ കയ്യിൽ കുറേ കാശുമുണ്ട്. ഇവന്മാർ കുറേ ഇങ്ങനെ വീഡിയോസ് ചെയ്താൽ ഒരുപാട് പേര് കാണുകയും ചെയ്യും. പക്ഷേ ഈ ഇങ്ങനെ പറയണ ആളുകളൊക്കെ, ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആരും ആലോചിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഞാൻ ആലോചിക്കാറ്, നിങ്ങൾ ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, സഹോദരിമാർ, സഹോദരങ്ങൾ, അച്ഛൻ, അമ്മ, ഇവരൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെയാണോ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണോ ഉണ്ടാവുക? ഞാൻ ആലോചിക്കുമായിരുന്നു ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ രീതിയിൽ നെഗറ്റിവിറ്റി, മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് വിഷമാവുമോ? നിങ്ങൾക്ക് സന്തോഷത്തോടെയാണോ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ടായിരിക്കുക? ഇന്ന് രേണുസുധീനെ കുറിച്ചാണെങ്കിൽ നാളെ നിങ്ങളെക്കുറിച്ചാവാൻ സാധ്യത ഉണ്ട് കേസ്. ഒന്നും മനസ്സിലാക്കി നന്നായിരിക്കും. എന്തായാലും രായപ്പൻ തീട്ടം തിന്നി ചെങ്ങായി, അല്ലാണ്ട് ഇപ്പോൾ ഇതിനപ്പുറത്തേക്കൊന്നും പറയല്ല.